കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അരി വറുത്ത് പൊടിച്ച് തേങ്ങയും ശർക്കര ഇടുന്നതാണ് കാണിക്കുന്നത്. 4 മണിക്കുള്ള പലഹാരം. അത് നമ്മൾ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വയ്ക്കാം. ഇത് പിന്നെ രാവിലെ കഴുകി നമ്മൾ നല്ല കഴുകി ഒരു അരിപ്പയിൽ ഊറ്റി വെച്ച് വെള്ളം തോർന്നതാണ്. ഇനി ഇതിനെ നമ്മൾ വറുക്കാൻ പോകും. അതിന് വേണ്ടി നമ്മൾ ഇത് വറുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെള്ളം വറ്റുമ്പോൾ ഇതിട്ട് കൊടുക്കണം. നന്നായിട്ട് വറുത്തെടുക്കണം. അരി ഇവിടെ പൊട്ടിത്തുടങ്ങി. നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാണ്, ചമ്പാവരി. ചെറു തീയിലിട്ട് നമ്മൾ വറുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അരി പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തുടങ്ങി നമ്മൾ അരി വറുക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ട് കേട്ടാൽ മഴ കാരണം കേൾക്കാൻ പറ്റില്ല. നല്ല മഴ. 4 മണി ചായക്ക് നമുക്ക് ചായക്കൊപ്പം കഴിക്കാൻ നല്ലൊരു പലഹാരമാണ്. അരി വറുത്തതിവിടെ റെഡിയായി. ഇനി അത് നമുക്കൊരു മിക്സിയുടെ ജാറ് കഴുകി തുടച്ച് നനവില്ലാതെ അതിലിട്ട് പൊടിച്ചെടുക്കണം. ആദ്യത്തെ ബാച്ച് നമ്മളിതിവിടെ പൊടിച്ചെടുത്ത് നല്ലവണ്ണം പൊടിച്ചെടുക്കണം. അരി വറുത്ത് പൊടിച്ചിവിടെ റെഡിയായി, നല്ലവണ്ണം പൊടിഞ്ഞു. ഇനി ഇതിൽ തേങ്ങയും ശർക്കരയും കൂടെ ചേർക്കണം, ഏലക്കായും കൂടെ. നമ്മൾ വേറൊരു ബേസിനെടുത്ത് അതിലേക്ക് ശർക്കര ചീകിയിട്ട് തേങ്ങയും കൂടെ ഇടണം. ഇളക്കി കൊടുത്തിട്ട് ഈ വറുത്തപ്പൊടി നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൈ കൊണ്ട് നല്ലവണ്ണം ഞെരടി അതിൽ ചേർക്കണം. ശർക്കരയുടെ ഓരോ കട്ടയും ഉടയണം. തേങ്ങയുടെ പാലതിലിറങ്ങും. നമ്മൾ കൈ കൊണ്ട് ഞെവിടുമ്പോൾ ഞെരടിയുമ്പോൾ തേങ്ങാപ്പാലിയുടെ അതിലിറങ്ങും. നല്ല ടേസ്റ്റാണ്. പണ്ട് ഉരളിയിലിടിച്ചാണ് എടുക്കുന്നത്, ഇപ്പം അതില്ലല്ലോ. അരിപ്പൊടി ഇവിടെ റെഡിയായി.